വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ. നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ സ്കൂൾ കുട്ടികൾ, വൃദ്ധർ, സ്ത്രീകൾ എല്ലാവരെയും വലിയ രീതിയിലുള്ള ആക്രമണം ഈ തെരുവുനായ്ക്കളുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്നുണ്ട്. ഇവിടെ ഈ കണ്ണമ്പാറയ്ക്കകത്ത് ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഒരു രീതിയിലുള്ള ഒരു ഇടപെടലും അതിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഇത് അവിടെ ഇപ്പോൾ ഒരു വിഷനായി ഇറങ്ങിയിട്ട് മറ്റു നായ്ക്കൾക്ക് ഇത് കടിയേൽക്കുകയോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ട് എന്നാണ് അനുമാനിക്കുന്നത്. ആ സാഹചര്യത്തിൽ അവിടെ വിവിധ നായകൾക്ക് ഇതിൻ്റെ പേബാധ പിടിപെട്ടിട്ടുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിരോധ നടപടികളോ പ്രവർത്തനങ്ങളോ പഞ്ചായത്ത് ഇതുവരെയായിട്ട് കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ റേബിസ് പ്രതിരോധ കുത്തിവയ്പ്പ് പോലുള്ള അത്തരം കുത്തിവയ്പ്പുകളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള അത് ഈ പേ വിഷത്തുനിന്ന് നമുക്ക് ആൾക്കാരെ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള അത് തടയാനായിട്ട് നമുക്ക് കഴിയും. അത്തരത്തിലുള്ളൊരു ഇടപെടലോ കാര്യങ്ങളോ നമ്മുടെ പഞ്ചായത്തിനകത്ത് ചെയ്യുന്നില്ല. ആളുകളുടെ ജീവനും ഇതിനൊക്കെ ഒരു പുല്ല് വിലയാണ് പഞ്ചായത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനാണ്. നായയുടെ ശല്യമുണ്ട്, എന്തെങ്കിലും സംവിധാനം ഉണ്ടെന്ന് നമ്മൾ ഭരണപക്ഷം പ്രതിപക്ഷമായിട്ട് കളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളുമായി സഹകരിക്കാൻ അവർ തയ്യാറാണെങ്കിൽ അവരുമായി ചേർന്ന് നിന്ന് നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാണ്. അതിന് ഷെൽട്ടർ സ്ഥാപിക്കണമെങ്കിൽ ഷെൽട്ടർ സ്ഥാപിക്കുക, അല്ലെങ്കിൽ ആ നായകളെ എങ്ങനെയൊക്കെ മറ്റ് പഞ്ചായത്തുകൾ ചെയ്യേണ്ടതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാണ്. ഇത് വലിയ രൂക്ഷമാണ്. കാരണം വെച്ചാൽ 4 പേരെയാണ് കടിച്ചത്. ഇപ്പോൾ റോട്ടിലൊക്കെ എവിടെ നോക്കിയാലും പഞ്ചായത്തിലേക്ക് വരാൻ പറ്റില്ല, അവിടെ 10-20 നായകളുണ്ടാവും. ആകെ നായയുടെ രൂക്ഷമായ പരിപാടിയാണ്. സുപ്രീം കോടതി പ്രത്യേക ഡയറക്ഷൻ തന്നിട്ടുണ്ട് നായനെ കൊല്ലാം എന്നുള്ളത്. അത് നായപ്രേമികളുടെ ഹർജി തള്ളുകയാണ് ചെയ്തത്. ജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിന് ചില ചെലവുകൾ വരും. അതൊക്കെ പഞ്ചായത്ത് നടപടിയെടുത്ത് മുന്നോട്ട് പോകാൻ തയ്യാറാവണം. അതിനൊക്കെ നമ്മൾ ക്രിയാത്മകമായ പ്രതിപക്ഷമായും കൂടെ നിൽക്കും. അതെ, ജലം അമൂല്യമാണ്. പക്ഷെ അത് മലിനമാണെങ്കിലോ? വെള്ളത്തിന്റെ രുചി വ്യത്യാസം, നിറവ്യത്യാസം, ഇരുമ്പിന്റെ അംശം, ക്ലോറിൻ, ചെളി ഇവയെല്ലാം വിട്ടുമാറാത്ത രോഗങ്ങൾ, മുടികൊഴിച്ചിൽ തുടങ്ങി അനേകം രോഗങ്ങൾക്ക് കാരണമാകുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ. വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. കൂടാതെ അടുക്കളയ്ക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്ത പ്യൂരിഫയറും ലഭ്യമാണ്. അക്വാസ് ഫ്ലാഷ്. ഇനി ഓരോ ഡ്രോപ്പും ക്രിസ്റ്റൽ ക്ലിയർ. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ, മെയിൻ റോഡ്, ചേലക്കര.